നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലല്ലോ? ഇല്ല വന്നതേ ഉള്ളൂ. സുലൈമാൻ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ മുകളിലേക്ക് വെക്കോ. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ശരി, അങ്ങനെ ആവട്ടെ. ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ആ സുലൈമാന് ഇവിടെ കുറച്ച് കച്ചവടവും കാര്യങ്ങളൊക്കെ. ഇവിടെ മാത്രമല്ല, ടൗണിലും പുറത്തൊക്കെയായി ഒരുപാട് ബിസിനസ്സുകളുണ്ട്. നമ്മുടെ മില്ലില് തടിക്കച്ചവടമൊക്കെ ആയി ഇടയ്ക്ക് വരാറുണ്ട്. അങ്ങനെ വരട്ടെ. ഇയാളെ ഞാൻ ജയന്റെ ഒപ്പം കണ്ടിട്ടുണ്ട്, പ്രിയയുടെ ഭർത്താവിന്റെ കൂടെ. അവര് സുഹൃത്തുക്കളാ. എനിക്കൊരു തവണ ആക്സിഡന്റ് ഉണ്ടായപ്പോ ഞാൻ കുറച്ചാളും ജയന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്താ ഇയാളെ കണ്ടിട്ടുള്ളത്. കാണാൻ സാധ്യതയുണ്ട്. വേണോട്ടാ, ഒരു മിനിറ്റ്, ഇപ്പൊ വരാമേ. മോളെ, ചെറിയമ്മ കുറച്ചുകൂടെ ഐസ് ക്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട്. മോളെ, ഒരുപാട് നേരം ഐസ് ക്യൂബ് പാടിൽ വെക്കണ്ട. നമുക്കിതൊരു റീസൺ ആക്കി വിവാഹം 1-2 ദിവസത്തേക്ക് മാറ്റിവെക്കാം. ശരി ചെറിയമ്മ. അപ്പോ വിവാഹം തൽക്കാലത്തേക്ക് മാറ്റിവെക്കണമെന്നാണോ പ്രതാപൻ തീരുമാനിച്ചിരിക്കുന്നത്? അതല്ലാതെ വേറെ എന്ത് വഴിയാ ചേച്ചി നമ്മുടെ മുൻപിലുള്ളത്? ഞാനൊന്ന് ആലോചിക്കട്ടെ പ്രതാപ. എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല. പിന്നെ വിവാഹം നീട്ടിവെക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഒരു തവണ മുടങ്ങിയ വിവാഹം വീണ്ടും നീട്ടിവെക്കുക എന്നൊക്കെ പറയുമ്പോ ആളുകൾ ഓരോന്നും പറയില്ലേ? അതും ശരിയാ. എന്താ ഒരു വഴി? പ്രതാപ, നമുക്കേ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെയ്യാറുള്ളത് പോലെ ചെക്കന്റെയും പെണ്ണിന്റെയും മുഖം മുല്ലപ്പൂ കൊണ്ട് മറച്ചിട്ട് വിവാഹം നടത്തിയാലോ? ഏയ്, അതൊക്കെ നോർത്ത് ഇന്ത്യയിലെ കൾച്ചറല്ലേ ചേച്ചി. നമ്മൾ ഇവിടെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കും? പ്രതാപ, ഇപ്പൊ നമ്മള് വിവാഹത്തിന് വിളിച്ചിട്ടുള്ള ഗസ്റ്റുകള് എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഈ വിവാഹം ഇന്നത്തെ ദിവസം നടക്കാതിരുന്നാലാ അവര് കുറ്റം പറയാനും പരദൂഷണം പറയാനുള്ള സാധ്യത കൂടുതല്. എങ്ങനെയെങ്കിലും നമ്മൾ ഈ വിവാഹം നടത്തിക്കഴിഞ്ഞാല് ആരും ഇതിനെക്കുറിച്ചൊന്നും ഒന്നും പറയില്ല. നമ്മൾ ഈ ആഘോഷത്തിന്റെ ആർഭാടത്തിന്റെ ഇടയില് ഒരു പുതിയ രീതി ട്രൈ ചെയ്തുന്നേ ആളുകൾ വിചാരിക്കൂ. അശ്ശോ, അവരതിനെ പുകഴ്ത്തി പറയുന്നല്ലാതെ ഒരിക്കലും താഴ്ത്തി പറയാൻ പോകുന്നില്ല. അത് ശരിയാണ് അമ്മാവ. ശരി, എങ്കിൽ അങ്ങനെ ആവട്ടെ. അകലേ